നിങ്ങൾക്ക് തിയേറ്ററിൽ വന്ന് സിനിമ കാണാൻ ഇഷ്ടമല്ലേ? പക്ഷേ സിനിമ കാണാൻ വരുമ്പോൾ ആ ബിഗ് സ്ക്രീനിൽ നമ്മളെ തന്നെ കണ്ട എങ്ങനെ ഉണ്ടാവും? അതെ, ഒരുപാട് നാളത്തെ സ്ട്രഗിൾസിന് ശേഷം 2023 എൻ്റെ ആദ്യത്തെ പടം ഇറങ്ങി. ഞാൻ എന്നെ തന്നെ ബിഗ് സ്ക്രീനിൽ കണ്ട ഒരു പ്രൗഡ് തോന്നിയ മൂമെൻറ്റ്. യെസ്, ദിസ് ഈസ് മീ സബിൽ ഷാ, എൻ ആക്ടർ ഫ്രം കേരള. വെൽക്കം ബാക്ക് ടു ദ ലൈഫ് ഓഫ് എ സ്ട്രഗ്ലിംഗ് ആക്ടർ ഇൻ കേരള എപ്പിസോഡ് 2. എൻ്റെ ആദ്യത്തെ പടം ഇറങ്ങുന്നത് 2023 ഞാൻ ഈ കഥ പറയുന്നതിന് മുമ്പ് ഞാൻ ദുബായിൽ നിന്ന് നാട്ടിലോട്ട് എത്തിക്കഴിഞ്ഞിട്ടുള്ള ഒരു സംഭവത്തെക്കുറിച്ച് പറയണം. അങ്ങനെ 2021 ഞാൻ നാട്ടിൽ വരുന്നതും സെറ്റിലാവണതും കല്യാണം കഴിക്കുന്നതെല്ലാം. അപ്പോൾ തൊട്ട് കുറേ ഓഡീഷന് പോകുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ നാട്ടിൽ ജീവിക്കാനായിട്ട് വീഡിയോഗ്രാഫിങ്ങും എഡിറ്റിംഗ് ആണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. കാരണം ജോലി റിസൈൻ ചെയ്ത് വന്ന് സിനിമയുടെ പിന്നാലെ നടക്കണമെന്നും പറഞ്ഞ് നമുക്ക് എന്തെങ്കിലും വരുമാനം വേണ്ട, അല്ലാണ്ട് ഫുൾ ടൈം അതിന്റെ പിന്നാലെ നടന്നാൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. നമുക്ക് കല്യാണം കൂടി കഴിഞ്ഞൊക്കെ. അങ്ങനെ ഒരു ദിവസം ഒരു പിസ്സ ഷോപ്പിന്റെ വർക്കിൽ നിൽക്കുമ്പോഴായിരുന്നു എനിക്ക് ആ കോള് വന്നത്. ഒരു വെബ് സീരീസ് ആണ്, നാളെയാണ് ഷൂട്ട്. സോ പെട്ടെന്ന് തന്നെ ഒരു പെർഫോമൻസ് വീഡിയോ അയച്ചു തരാനും പറഞ്ഞു, സിറ്റുവേഷനും പറഞ്ഞു തന്നു. ഞാനാണെങ്കിൽ ഷൂട്ടിൻ്റെ ഇടയിലും എന്നോട് പെട്ടെന്ന് തന്നെ അയച്ചു തരാനും പറഞ്ഞു. ആകെ പെട്ട അവസ്ഥയായിരുന്നു. ഈ വർക്കും കളയാൻ പറ്റൂല, എന്ന ചാൻസും കളയാൻ പറ്റൂല. വേഗം തന്നെ ഷൂട്ട് കംപ്ലീറ്റ് ആക്കി നേരെ പെർഫോമൻസ് വീഡിയോ എടുക്കാൻ. എൻ്റെ വീട്ടിലോട്ട് എത്താൻ ഏകദേശം 1 മണിക്കൂറെങ്കിലും എടുക്കും. പക്ഷെ എൻ്റെ വൈഫിൻ്റെ വീട്ടിലോട്ട് പോകാൻ ആകെ 30 മിനിറ്റ് എടുക്കണം. അപ്പോൾ ഒന്നും നോക്കിയില്ല, ഞങ്ങൾ രണ്ടുപേരും കൂടി നേരെ വിട്ടു. എന്നിട്ട് അവരുടെ വീട്ടിലെത്തിയതിനു ശേഷം ഞാൻ മേലത്തെ റൂമിൽ പോയിട്ട് എന്നിട്ട് അവിടെ എത്തിയതിനു ശേഷം ഞാൻ ഏകദേശം ഒരു 3 മിനിറ്റ് വീഡിയോ എടുത്തിട്ട് ഞാൻ അവർക്ക് അയച്ചു കൊടുത്തു. അവർ ഓൾറെഡി ഫോൺ വിളിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു എങ്ങനത്തെ സിറ്റുവേഷൻ ആണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് ഓൾറെഡി എനിക്ക് അറിയണോണ്ട് ഞാൻ നേരെ വണ്ടിയിൽ ആ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ മൈൻഡിൽ ആക്ടിങ് ഞാൻ ചെയ്തു നോക്കി, എങ്ങനത്തെ സിറ്റുവേഷനിൽ എങ്ങനെയാണ് ആ ക്യാരക്ടർ ചെയ്യാന്നുള്ളത്. അപ്പോൾ അത് ഞാൻ നേരെ റൂമിൽ പോയിട്ട് ചെയ്യാൻ പറ്റിയപ്പോൾ എനിക്ക് സമയം ലഭിക്കാൻ പറ്റി. അങ്ങനെ നേരെ അത് എടുത്ത് അവർക്ക് അയച്ചു കൊടുത്തു. അങ്ങനെ അവളുടെ വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി നേരെ എൻ്റെ വീട്ടിലോട്ട് പോകാൻ തുടങ്ങി. അങ്ങനെ പോണ വഴിക്കായിരുന്നു ഇത് വീണ്ടും ഒരു കോൾ. സബീൽ സെലക്ട് ആയിട്ടുണ്ട്, നാളെ രാവിലെ 6 മണിക്ക് തന്നെ എറണാകുളത്ത് എത്തണമെന്നും പറഞ്ഞു. എൻ്റെ മോനെ നാട്ടിൽ വന്നിട്ട് ആദ്യത്തെ വർക്ക്, അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ വണ്ടി എടുത്ത് നേരെ വിട്ട്. അങ്ങനെ രാവിലെ തന്നെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ എത്തിയപ്പോഴറിയണേ ഇപ്പോഴത്തെ ആക്ടർ ഉണ്ണിലാലാണ് അതിൻ്റെ ലീഡർ. പിന്നെ ഈ വെബ് സീരീസിൻ്റെ പേരിൽ തന്നെ ഇപ്പോൾ ഒരു പടം ഇറങ്ങിയിട്ടുണ്ട്. അത് തിയേറ്ററിലും ഹിറ്റാണ്. അതെ, പടക്കളം. ആ പടക്കളം ഹിറ്റായിരുന്നു. പക്ഷേ ഞങ്ങളുടെ ഈ വെബ് സീരീസ് പടക്കളത്തിന് എന്ത് പറ്റിയെന്ന് ഞാൻ പറഞ്ഞുതരാം. എനിക്കാകെ ഒരൊറ്റ ചെറിയ 2 ഡയലോഗ് പറയുന്ന ഒരു സീൻ മാത്രമേ ഉണ്ടായിരുന്നു. അതിനുവേണ്ടി എന്നെ വിളിച്ചായിരുന്നു. അപ്പോൾ ആ സീൻ ഞാൻ ചെയ്തതിന് ശേഷം ഡയറക്ടർ പറഞ്ഞു വേറൊരു ആംഗിൾ വെക്കാം, നിനക്ക് കയ്യിൽ നിന്ന് ഇടാൻ പറ്റണത് കിട്ടോ കട്ട് വിളിക്കണ വരെ. ഞാൻ പറഞ്ഞു ഓക്കെ, എനിക്ക് സന്തോഷമായി, കുറച്ചും കൂടിയും എനിക്ക് അഭിനയിക്കാമല്ലോ. അങ്ങനെ കുറച്ച് നേരം അഭിനയിച്ച് അവർക്ക് ഇഷ്ടമായി. അതിനുശേഷം അവർ പറഞ്ഞ് ആ സീനിൽ തന്നെ വേറൊരു ക്യാരക്ടറിൻ്റെ കോംബോ തരാൻ പറഞ്ഞു. പിന്നെ വീണ്ടും വേറൊരു ക്യാരക്ടറായിട്ട് കോംബോ സീൻ തന്നു. അപ്പോൾ ആ മൊത്തത്തിൽ ആ സീൻ കഴിഞ്ഞ്. അപ്പോൾ ഞാൻ വെച്ച് കഴിഞ്ഞ് ഓക്കെ ഈ വീട്ടിൽ പോവാം എന്നുള്ളൊരു പരിപാടി നിൽക്കുമ്പോഴേന്ന് പറഞ്ഞ് അതിൻ്റെ മെയിൻ അച്ഛൻ ക്യാരക്ടർ ഉണ്ട്, പുള്ളിക്കാരനായിട്ട് എനിക്കൊരു സെപ്പറേറ്റ് സീൻ തന്നെ തന്നു. അപ്പോൾ ഒരു സീനെ അപേക്ഷിച്ച് വന്ന് എനിക്ക് വീണ്ടും കുറേ സീൻ കിട്ടി. പിന്നെ ആ വെബ് സീരീസിൽ ഒരു മെയിൻ പാർട്ട് ഉണ്ടായിരുന്നു. ആ സീനിൽ എൻ്റെ അടുത്ത് പറഞ്ഞു നീ അഴിഞ്ഞടിക്കോ, എന്താന്ന് വെച്ചാൽ പോയിട്ട് ആ ക്യാരക്ടറിനനുസരിച്ച് നീ ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ ഒന്നും കൂടി സന്തോഷമായി. ചെറിയ സീൻ അഭിനയിക്കാൻ വന്നിട്ട് എൻ്റെ അഭിനയം കണ്ടിട്ട് അത്രയും സീൻസ് എനിക്ക് ആഡ് ഓൺ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആക്ടറെ സംബന്ധിച്ച് എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. അങ്ങനെ ഫസ്റ്റ് എപ്പിസോഡ് റിലീസായി. അതെല്ലാവർക്കും ഇഷ്ടമാവുകയും ചെയ്തു, വർക്കാവുകയും ചെയ്തു. എന്നിട്ട് എന്നെ പ്രൊഡ്യൂസർ വിളിച്ചിട്ട് പറഞ്ഞ് സബിലെ എനിക്കിനി അടുത്ത എപ്പിസോഡിലും ഇനി വരാൻ പോകുന്ന എപ്പിസോഡിലൊക്കെ ഭാഗമാവാൻ പറ്റുമെന്ന് പറഞ്ഞു. ഞാനെങ്കിൽ ആകെ കൂടി കേട്ടിട്ട് എനിക്ക് സന്തോഷമായിരുന്നു. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞ് വിവരമൊന്നുമില്ല, മെസ്സേജ് ഇല്ല, കോൾസ് ഇല്ല, പിന്നെ അടുത്ത എപ്പിസോഡിനെ കുറിച്ച് ഒരു അറിവില്ല. അപ്പോൾ ഞാൻ വിളിച്ചു ചോദിച്ചു എന്ത് പറ്റി, എന്താണ് അപ്ഡേറ്റ് ഒന്നും ഇല്ലാത്തത്. അപ്പോഴാ പറയണേ ആ പ്രോജക്റ്റും ഡ്രോപ്പായി പോയി. ഈ എന്ത് പറയണം എന്ത് ചെയ്യണം എന്ന് അറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു. കാരണം എൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ദുബായിലത്തെ ഒരു പ്രൊജക്റ്റും ഇതുപോലെ തന്നെ ഡ്രോപ്പ് ഔട്ട് ആയി പോയി. ഇതിപ്പോൾ നാട്ടിൽ വന്നിട്ട് കിട്ടിയ ആദ്യത്തെ വെബ് സീരീസും നല്ല രീതിക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതും ഡ്രോപ്പ് ഔട്ട് ആയി പോയി. എനിക്കാകെ ഡാർക്ക് അടിച്ചൊരു അവസ്ഥയിലായിരുന്നു ഞാൻ. ഇനി അടുത്ത് നോക്കിയിട്ട് കാര്യമുള്ളൂ, അതും ആലോചിച്ച് വിഷമിച്ചിരുന്നൊരു കാര്യമില്ല.
അങ്ങനെ വീണ്ടും ഓടാൻ തുടങ്ങി. അങ്ങനെ ഓടാൻ തുടങ്ങിയതിന് ശേഷമാണ് പല അസിസ്റ്റന്റ് ഡയറക്ടർമാരും അസോസിയേറ്റിനൊക്കെ മെസ്സേജ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പൊ അവരിൽ ഒരു അസോസിയേറ്റ് ഡയറക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ ഒരു ഓഡീഷൻ ഉണ്ട് ഈരാട്ടുപേട്ടയിൽ വെച്ചാണ്, അപ്പൊ നീ ഒരു കാര്യം ചെയ്യും, നേരെ അങ്ങോട്ട് വരാൻ പറഞ്ഞു. ഞാൻ നേരെ ഈരാട്ടുപേട്ടയിലോട്ട് അങ്ങോട്ട് വിട്ടു. ഈരാട്ടുപേട്ടയിൽ എത്തിയതിനു ശേഷം അവർ എനിക്കൊരു സിറ്റുവേഷൻ തന്നു, എന്നിട്ടൊന്ന് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞു. കുറച്ച് സമയത്ത് കുറച്ച് നേരം നമ്മൾ മാറിയിരുന്ന് എൻ്റെതായ രീതിയിലൊക്കെ പ്രിപ്പയർ ചെയ്ത്, എന്നിട്ട് പിന്നെ ഓഡീഷൻ വിളിച്ച് അങ്ങനെ ഓഡീഷൻ പോയി ചെയ്ത് അവർക്ക് ഓക്കെ ഇഷ്ടമായി പറഞ്ഞു. പിന്നെ എല്ലാ ഓഡീഷന് പോകുമ്പോഴും സ്ഥിരമായിട്ട് പറയാറുള്ളൊരു സംഭവം അവരും പറഞ്ഞു, ഞങ്ങൾ നോക്കിയിട്ട് വിളിക്കാം എന്തെങ്കിലും പറയാം. നമ്മൾ ആക്ടേഴ്സ് എല്ലാ ഓഡീഷന് പോകുമ്പോൾ നമ്മൾ ആ ഒരു വാക്കിലാണ്, ഹോപ്പ് വെച്ചിട്ടാണ് പിന്നീടുള്ള ദിവസങ്ങൾ നമ്മൾ കടന്നു പോകുന്നത്. ഞാനും ആ ഒരു ഹോപ്പിൽ തന്നെയാണ് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ വീട്ടിലോട്ട് പോയി. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു കോള് വന്നു. ഈ കോള് തന്നെ വരണുള്ളൂ. അങ്ങനെ ഒരു കോള് വന്നിട്ട് അവർ പറഞ്ഞു, സബില സെലക്ട് ആയിട്ടുണ്ട്, ഒരു ദിവസത്തെ ക്യാമ്പിന് വരണം എന്ന് പറഞ്ഞു. ഞാൻ സന്തോഷമായി. ഓക്കെ, ക്യാമ്പൊക്കെ ഉണ്ട്, ആദ്യമായിട്ടാണ് ഒരു ക്യാമ്പിന് പങ്കെടുക്കാൻ പോകുന്നത്. ഈ ക്യാമ്പ് എന്ന് പറഞ്ഞാണ്ടല്ല, ഒരു ചെറിയ ക്യാമ്പ് അത്രേ ഉള്ളൂ, അല്ലാണ്ടൊന്നുമില്ല. ഒരു ക്യാമ്പിന് പോയി. അവിടെ ഞാൻ ക്യാമ്പ് എന്നൊക്കെ പറഞ്ഞപ്പോ എന്തായിരിക്കും ക്യാമ്പ്, എങ്ങനെയൊക്കെ ആയിരിക്കും, പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായില്ല. എല്ലാവരും ഉണ്ടായി, ക്രൂ മൊത്തം ഉണ്ടായിരുന്നു, ഡയറക്ടേഴ്സ്, അസോസിയേറ്റ്സ്, പിന്നെ അതിൽ അഭിനയിക്കുന്നവരുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരായിട്ടൊന്ന് പരിചയപ്പെടാൻ പറ്റി. ഇൻട്രൊഡക്ഷൻ പറഞ്ഞു, ഒരു 1-to-1 സെക്ഷൻ, ചിൽ ഔട്ട് സെക്ഷൻസ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അവിടെ അജ്മൽ ഖാൻ, അതുപോലെ തന്നെ സ്വാതി, ഡയറക്ടർ ഖാലിദ് റഹ്മാൻ, അങ്ങനെ കുറച്ച് പേരൊക്കെ ഉണ്ടായി. അപ്പോൾ അവരായിട്ടൊന്ന് പരിചയപ്പെടാൻ, സംസാരിക്കാനുള്ള ഒരു ടൈമൊക്കെ കിട്ടി. ആ ക്യാമ്പൊക്കെ കഴിഞ്ഞ് പിന്നെ നേരെ തിരിച്ച് വീട്ടിലോട്ട് എത്തി. പിന്നെ വെയിറ്റ് ചെയ്യണത് നമ്മ ഷൂട്ട് എന്ന് സ്റ്റാർട്ട് ചെയ്യും. ആ ഒരു കോളിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ വെയിറ്റ് ചെയ്തിരുന്നത്. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് കോളൊന്നും കാണുന്നില്ല. സ്ഥിരം അതന്നെ പഴയ പോലെ തന്നെ കോളൊന്നും കാണുന്നില്ല, മെസ്സേജ് ഒന്നും കാണുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് പടവും സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ഒഴിഞ്ഞ് എല്ലാം സിനിമ നമ്മ അഭിനയിച്ച് കഴിഞ്ഞ് തിയേറ്ററിൽ എത്തണ വരെ നമ്മ സിനിമയിലുണ്ടെന്ന് നമുക്ക് ഒരു ഉറപ്പ് വരുത്താൻ പറ്റില്ല. ചിലപ്പോൾ അഭിനയിച്ച് കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കളയാം. അപ്പോൾ ആകെ ഒരു ടെൻഷനായി, ഇനി വിളിക്കൂലേ ഇല്ലേ എന്നുള്ളത്. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വിളിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ അവർ കോൾ എടുക്കണില്ല, മെസ്സേജ് ഇല്ല, റിപ്ലൈ ഇല്ല, ഒന്നുമില്ല. ഇത് പറയുന്നത് അറിയാത്തൊരവസ്ഥയായിരുന്നു. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞ് അവര് തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, സബില ഇപ്പോഴാണ് നിങ്ങളുടെ സീനുള്ള ലൊക്കേഷൻ റെഡി ആയത്, അതുകൊണ്ടായിരുന്നു. കാരണം ഓക്കെ കുഴപ്പമില്ല. അപ്പോൾ ഒരു ബാക്ക് ടു എനർജി വന്നു. എന്നിട്ട് നേരെ ഈരാട്ടുപേട്ടയിലോട്ട് അവർ ആ ഡേറ്റ് പറഞ്ഞ് അങ്ങനെ പോയപ്പോൾ ഒരു സീൻ ഷൂട്ട് ചെയ്യായിരുന്നു അവർ. ഞങ്ങൾ രാവിലെയാണ് പോയത്. അപ്പോൾ നെസ്ലിൻ ഉണ്ടായിരുന്നു. അപ്പോൾ നെസ്ലിൻ കാരവനിലായിരുന്നു. ഞാൻ നെസ്ലിനെ കാണാൻ വേണ്ടി പോയി. അപ്പോൾ ഇറങ്ങി വന്നപ്പോൾ പറഞ്ഞു, ഇക്കെന്താ ഇവിടെ? ഞാൻ പറഞ്ഞു, അല്ലടാ ഞാൻ ചെറിയ വേഷത്തിൽ ചെയ്ത് ഇതൊക്കെ അപ്പൊ ഞാൻ പറഞ്ഞു ഓഡീഷൻ വിളിച്ച് അങ്ങനെ പോയി അങ്ങനെ ചെയ്തത്. നെസ്ലിനും ഞാനും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഫാമിലി ഫ്രണ്ട്സ് ആണ്, ഒരേ നാട്ടുകാരാണ്. പിന്നെ അവന്റെ സീൻസിന് ആയപ്പോൾ അവൻ ആ സീൻ അഭിനയിക്കാൻ പോയി. പിന്നെ ആ ലൊക്കേഷനിൽ തന്നെ ആയിരുന്നു അവരുടെ കുറച്ച് സീൻസ് എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഫ്രീ ടൈം കിട്ടുമ്പോൾ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കും, അവന്റെ വിശേഷങ്ങളും എന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. എന്റെ ശരിക്കും ഷൂട്ടിംഗ് ലൊക്കേഷൻ വരുന്നത് കോട്ടയത്താണ്. അതിന്റെ ടൈം എന്ന് പറയുന്നത് നൈറ്റ് ആയിരുന്നു. അത് അപ്പോഴാണ് പറയുന്നത് ഞങ്ങൾക്ക് നൈറ്റ് ആണ് ഷൂട്ട് എന്നുള്ള കാര്യങ്ങൾ. നൈറ്റ് അങ്ങോട്ട് പോയതിനു ശേഷം അവിടെ ആദ്യം തന്നെ ഇൻഡോറിൽ ഷൂട്ടിംഗ് ആയിരുന്നു, വേറെ സീൻസ് ഒക്കെ ഷൂട്ട് ചെയ്തിരുന്നു. ഞങ്ങളുടെ ഔട്ട്ഡോർ സീനായിരുന്നു. ആ സിനിമ കണ്ടുവരും എന്നെ അതിൽ മനസ്സിലായിട്ടുണ്ടാവും ഏത് സീനാന്നുള്ളത്. ഡയറക്ടർ വന്നതിന് ശേഷം ഞങ്ങൾക്ക് ബ്രീഫ് ചെയ്ത് തന്നു എങ്ങനത്തെ എന്ത് സീനാണ് കാര്യങ്ങൾ. ഇപ്പോഴൊന്നും അറിയത്തില്ല, ഡയലോഗ് ഉണ്ടോ ഇല്ലേ ഒന്നും അറിയത്തില്ല. അപ്പോൾ ഓൺ ദി സ്പോട്ട് തന്നെ ആയിരുന്നു അവർ ഡയലോഗ് എഴുതി തരലും കാര്യങ്ങളെല്ലാം. അതുകൊണ്ട് ആദ്യത്തെ പടത്തിൽ തന്നെ ഡയലോഗ് പറയാനുള്ള ചാൻസ് കിട്ടി. അത് 2-3 ഡയലോഗൊക്കെ പറയാനുള്ള ചാൻസ് കിട്ടി. അപ്പോൾ ആ ഒരു ത്രില്ലുണ്ടായിരുന്നു, ഇത് ചെയ്യണം, ഇത് ബെസ്റ്റ് ആക്കണം എന്നുള്ളൊരു സംഭവം ഉണ്ടായി. പിന്നെ ആദ്യമായിട്ടാണ് ഒരു സെറ്റിന്റെ എക്സ്പീരിയൻസും അത് എങ്ങനെ അതിൻ്റെ ഒരു ഭാഗമായിട്ട് എങ്ങനെ ചെയ്യാന്നുള്ള ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അത് ചെയ്യാൻ പോണതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഡയറക്ടർ പറഞ്ഞ പോലെ തന്നെ ചെയ്ത് ഡയലോഗ് കിട്ടി, പെർഫോം ചെയ്ത്. അങ്ങനെ കുറച്ച് പല ആംഗിൾസിൽ നിന്നുള്ള ഷോട്ടുകളുണ്ടായി. ഇത്തിരി ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പലർക്കും പല രീതിക്ക് പരിക്കൊക്കെ പറ്റിയത്. പക്ഷേ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും സീന് ഇഷ്ടമായി. അതൊരു ഇമ്പോർട്ടൻറ്റ് സീനായിരുന്നു ആ സിനിമയിലത്തെ. ഇങ്ങനെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ എല്ലാവരുമായിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് യാത്രയൊക്കെ പറഞ്ഞ് എല്ലാവരും പോകാൻ തുടങ്ങി. അപ്പോൾ ഞാൻ നാട്ടിലോട്ട് പോയില്ല. ഞാൻ ഈരാട്ടുപേട്ടയിൽ തന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ സ്റ്റേ ചെയ്തു. അതെന്താ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ അന്ന് സ്റ്റേ ചെയ്തതിന് ശേഷം രാവിലെ ലൊക്കേഷനിൽ എനിക്ക് ഒന്നുകൂടി പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അതെന്തിനാണെന്ന് ഞാൻ പറയാം. അപ്പോൾ ഈ ലൊക്കേഷൻ എനിക്ക് അറിയത്തില്ല. പ്രൊഡക്ഷൻ കൺട്രോളർ അതുപോലെ തന്നെ അവിടുത്തെ അസിസ്റ്റന്റിനൊക്കെ വിളിച്ചു നോക്കി. അപ്പോൾ അവർ വിളിച്ച് പറഞ്ഞു ഇങ്ങനത്തെ ഒരു ലൊക്കേഷനിലാണെന്ന് പറഞ്ഞു. ലൊക്കേഷൻ്റെ പേര് മാത്രം പറഞ്ഞു. ഇത് എവിടെയാണെന്ന് എനിക്ക് ഒരു എത്തും പിടിയില്ല. ഞാനാണെങ്കിൽ ഇതാരോട് ചോദിക്കും എങ്ങനെ അവിടേക്ക് എത്തുമെന്ന് അറിയില്ല. അങ്ങനെ ഞാൻ ആ ഒരു പേര് വെച്ചിട്ട് എല്ലാവരുടെ പോണ വഴിക്കൊക്കെ ചോദിച്ച് അങ്ങനെ ആ ലൊക്കേഷനിലെത്തി. ആ ലൊക്കേഷൻ എത്താനായപ്പോൾ മനസ്സിലായി അവിടെ കാരവാനും സംഭവങ്ങളൊക്കെ കിടക്കണുണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാൻ അസോസിയേറ്റിനെ കാണാൻ വേണ്ടി അങ്ങനെ പോയി. അസോസിയേറ്റ് പറഞ്ഞു നീ പോയില്ലടാ, നീ എന്താണ് ഇവിടെ തന്നെ ആണെന്ന്. ഞാൻ പറഞ്ഞല്ല,
ഞാൻ കഴിഞ്ഞാലും എനിക്കൊന്ന് വീണ്ടും വന്നൊന്ന് കണ്ടൊന്ന് സംസാരിക്കണമെന്നുണ്ടായിരുന്നു. അപ്പൊ എന്തെന്ന് വെച്ചിട്ട് പറഞ്ഞു, ഇനി ഏതെങ്കിലും അടുത്ത പടത്തിൽ അറിയണ ഏതെങ്കിലും പടത്തിൽ റോൾസോ വല്ലതും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി വന്നതാണ്, ഉണ്ടെങ്കിൽ അതിന് സജസ്റ്റ് ചെയ്യോ. ഇന്നലെ എൻ്റെ ഓൾറെഡി പെർഫോമൻസ് കണ്ടല്ലോ, അപ്പൊ എനിക്ക് പറ്റി ഏതെങ്കിലും റോൾ ഉണ്ടെങ്കിൽ പറയാനുള്ള രീതിയായിരുന്നു. പുള്ളി പറഞ്ഞ് ആടാ എന്തായാലും പറയാൻ കുഴപ്പമില്ല, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കണം, എന്നാലേ ഞങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുന്ന. അപ്പോഴേ ഒന്ന് ആശ്വാസമായി. നമ്മൾ ട്രൈ ചെയ്യണം, കാരണം നമുക്ക് കിട്ടണ ചാൻസിലൊക്കെ, നമുക്ക് കിട്ടണ അവസരത്തിലൊക്കെ നമുക്ക് മുട്ടി നോക്കാം. തുറയാത്തത് നമ്മുടെ കയ്യിലല്ല. മുട്ടണോ വേണ്ടേ എന്നുള്ളത് നമ്മുടെ തീരുമാനമാണ്. നമ്മൾ മുട്ടിക്കൊണ്ടേ ഇരിക്കുക, ഒരു ദിവസം തുറയും. 2 വർഷമായിട്ടും ഓടിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷെ എന്തായാലും കിട്ടും. പടം കിട്ടാണ്ട് എവിടെ പോണ് എനിക്ക്. അപ്പൊ പടം കിട്ടും, പക്ഷെ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ പിന്നാലെ. അങ്ങനെ ഷൂട്ട് കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് എത്തും. പിന്നെ വരുന്ന കോള് ഡബിങ്ങിനായിരുന്നു. അങ്ങനെ നമ്മുടെ എറണാകുളത്ത് സപ്തയിലായിരുന്നു ഡബിങ്. അങ്ങനെ നേരെ ഡബിങ്ങിന് വേണ്ടി വിട്ട് അങ്ങനെ അവിടെ എത്തി. ഡബിങ് സ്റ്റുഡിയോയിൽ കയറി ഡബിങ് ഒക്കെ ഓൾമോസ്റ്റ് നൈസായിട്ടൊക്കെ ചെയ്തിറങ്ങിയപ്പോഴാണ് മമതനെ കണ്ടത്. അങ്ങനെ നൈസായിട്ട് ഒരു ഫോട്ടോ മമതനെയൊക്കെ ആയിട്ട് എടുത്ത്, അവിടുത്തെ ക്രൂവിനായിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത്, എല്ലാവരെയായിട്ട് എടുത്ത് നൈസായിട്ട് ഡബൊക്കെ കഴിഞ്ഞു. പിന്നെ നമുക്ക് കാത്തിരിക്കുന്നത് ദ ബിഗ്ഗസ്റ്റ് ഡേ, അതെ, റിലീസ് ഡേ. ആ ഒരു റിലീസ്, ആ ഒരു വെള്ളിയാഴ്ച നമ്മുടെ സ്വന്തം മുഖം, ഞാൻ ഈ എപ്പിസോഡ് തുടങ്ങിയപ്പോൾ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ സ്വന്തം മുഖം നമുക്ക് തിയേറ്ററിൽ കാണാൻ പറ്റുന്ന ആ ദിവസത്തിന് വേണ്ടിയായിരുന്നു ഞാൻ കാത്തിരുന്നത്. യെസ്, അങ്ങനെ ആ റിലീസ് ഡേ വന്നെത്തി. ഏപ്രിൽ 21, 2023. അങ്ങനെ ആ തിയേറ്ററിൽ, നമ്മുടെ എറണാകുളത്ത് പത്മയിൽ വെച്ചായിരുന്നു തിയേറ്ററിൽ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടേക്ക് പോയി, എല്ലാ ക്രൂ ഉണ്ടായിരുന്നു, പ്രിവ്യൂ ഷോ ആയിരുന്നു ഉണ്ടായത്. അങ്ങനെ ആ പ്രിവ്യൂ ഷോയിൽ പോയി സ്വന്തം ആ സീറ്റിലിരുന്ന്, സ്വന്തം സീറ്റിൽ നിന്നൊക്കെ ആ തിയേറ്ററിൽ ഇരുന്നിട്ട് സ്വന്തം മുഖം ആ തിയേറ്ററിൽ നിന്ന് കാണാൻ പറ്റുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നില്ല. നമ്മുടെ സലീം കുമാർ ഉദയനാണ് തരത്തി ചെയ്യണ പോലെ ആ ഒരു ഫീൽ ആയിരുന്നു ഉണ്ടായത്. അങ്ങനെ പ്രിവ്യൂ ഷോ ഇറങ്ങിയതിന് ശേഷം എല്ലാവരുമായിട്ട് ഫോട്ടോസ് എടുത്ത് ഷൂട്ടിങ്ങിന് ഇടയിൽ വെച്ചിട്ട് സൗബിഖാനെ കാണാൻ പറ്റിയിട്ടുണ്ടായില്ല. കാരണം സൗബിഖാന്റെ സീൻ വേറെ ദിവസത്തിലായിരുന്നു. ഷോ കഴിഞ്ഞതിന് ശേഷം സൗബിഖാനായിട്ട് സംസാരിച്ച് കുറച്ച് നേരം എല്ലാവരുമായിട്ടും ഫോട്ടോ ഒക്കെ എടുത്തിട്ട് സന്തോഷത്തോടെ ഇരുന്ന് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. ഇനി ഈ പടം കഴിഞ്ഞതിന് ശേഷം അടുപ്പിച്ച് ഒരുപാട് പടമായിരിക്കും എന്നായിരുന്നു എൻ്റെ ഒരു നിഗമനം. പക്ഷെ ഒരു തേങ്ങാക്കൊല നടന്നില്ല, ഒരു തേങ്ങ നടന്നില്ല. അത് വെറും ഒരു, അതങ്ങനെയല്ല സംഭവം, അത് നടക്കൂലെന്ന് ഇരിക്കും പിന്നീട് മനസ്സിലായാലും പോയി. അതെ, ഒരു പടം കിട്ടിയെന്ന് വെച്ചാൽ നമുക്ക് അടുത്ത പടം കിട്ടണമെന്നില്ല. നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കണം, കാത്തിരിക്കണം. ഇപ്പൊ 2 വർഷമായി ഞാൻ വീണ്ടും ഓടിക്കൊണ്ടിരിക്കുന്നു അടുത്ത പടത്തിന് വേണ്ടി. ശരിയാണ്, പലരും പലതും പറയും നമ്മളെ തളർത്തും. തളരണോ വേണ്ടെന്ന് തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ്. ചിലപ്പോൾ 6 മാസം എടുക്കാം, 5 വർഷം എടുക്കാം, ഇനി വേണമെങ്കിൽ 10 വർഷം എടുക്കാം. 10 വർഷം ഒന്നും എടുക്കരുത്, പക്ഷെ വേണമെങ്കിൽ എടുക്കാം. നമ്മൾ ഒരു ആഗ്രഹത്തിന്റെ പിന്നാലെ പോകുമ്പോൾ അതെന്തായാലും നടക്കാതിരിക്കത്തില്ല. പക്ഷെ നമ്മൾ ഗീവപ്പ് ചെയ്യാതിരുന്നാൽ നമ്മുടെ ഫ്യൂച്ചർ എന്താവും, നമുക്ക് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ കിട്ടി, അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ നിങ്ങൾക്ക് ഗീവപ്പ് ചെയ്യാൻ തോന്നില്ല. സോ ഡോണ്ട് ഗീവ് അപ്പ്, ജസ്റ്റ് ഗോ ഫോർവേഡ്. സോ എൻ്റെ ആദ്യത്തെ പടത്തിന്റെ വിശേഷം ജേണി ഇതൊക്കെയാണ്. അടുത്തൊരു എപ്പിസോഡ് അത് നിങ്ങൾ കാണേണ്ട, അല്ലെങ്കിൽ കേട്ടിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. സോ ലൈഫ് ഓഫ് എ സ്ട്രഗ്ലിംഗ് ആക്ടർ ഇൻ കേരള എപ്പിസോഡ് 2 ഇവിടെ കഴിഞ്ഞിട്ടില്ല. അടുത്തൊരു എപ്പിസോഡുമായി കാണാം. സോ സഭയിൽ തുടരും, കൂടെ നിങ്ങളുണ്ടാവണം. ബൈ.